നമസ്കാരം. ഞാൻ ഡോക്ടർ റിൻസ് മുഹമ്മദ്, കൺസൾട്ടൻറ്റ് മാക്സിലോഫേഷ്യൽ സർജൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. ഇന്ന് ഫേഷ്യൽ ഇഞ്ചുറീസ് അഥവാ മുഖത്തുണ്ടാകുന്ന പരിക്കുകൾ, അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, മുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയാണ് മുഖം. അപ്പോൾ അതുപോലെ തന്നെ മുഖത്തിലുണ്ടാകുന്ന പരിക്കുകൾ, അതിൻ്റെ ചികിത്സ, ഇതൊക്കെ വളരെ പ്രാധാന്യമേറിയ വിഷയമാണ്. ഇനി നമുക്ക് മുഖത്ത് പരിക്കുകൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും വാഹനാപകടങ്ങൾ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, പിന്നെ സ്പോർട്സ് ഇഞ്ചുറി, ആളുകൾ തമ്മിലുള്ള പരസ്പരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അസോൾട്ട് ആൻഡ് ഫൈറ്റ്സ്, അത് മനുഷ്യന്മാരുടേതാവാം, മൃഗങ്ങളുടേതാവാം. അതുപോലെ ഉയരത്തിൽ നിന്ന് വീഴുക, അതുപോലെ ബേൺസ്, പൊള്ളലുകൾ, ഇതൊക്കെയാണ് പ്രധാനമായും മുഖത്തുണ്ടാകുന്ന പരിക്കുകളുടെ കാരണം. ഈ ഫേഷ്യൽ ഇഞ്ചുറീസിനെ പ്രധാനമായും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ്, രണ്ട് ഹാർഡ് ടിഷ്യൂ ഇഞ്ചുറീസ്. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ മുഖത്തെ തൊലി, പേശികൾ എന്നിവയാണ് പ്രധാനമായും വരിക. ഹാർഡ് ടിഷ്യൂ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ അഥവാ എല്ലുകൾ, അസ്ഥികൾ, പിന്നെ പല്ലുകൾ. പിന്നെ മൂന്നാമത് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരാം. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി, ഹാർഡ് ടിഷ്യൂ ഇഞ്ചുറി കൂടെ ഒന്നിച്ചു വരാം. ഇതാണ് പ്രധാനമായും ഫേഷ്യൽ ഇഞ്ചുറീസിൻ്റെ പ്രത്യേക ടൈപ്പുകൾ. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ്, മുഖത്ത് മുറിവുകൾ എന്ന് പറയുന്നത് ചെറിയ മുറിവുകൾ മുതൽ വലിയ മുറിവുകൾ വരെ സംഭവിക്കാം. ചെറിയ മുറിവുകൾ നമുക്ക് തുന്നലിട്ട് പരിഹരിക്കാം. വലിയ മുറിവുകൾ, അതായത് ആഴത്തിലുള്ള മുറിവുകൾ, അതിൽ നമുക്ക് ദശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സർജറി പോലുള്ള റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരാം. മുറിവുകളുടെ ആഴം കൂടുതലാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ നെർവിന് ക്ഷതമോ മുറിഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുഖം കോടിപ്പോവാം, മുഖത്തിൻ്റെ ചലനങ്ങൾ നഷ്ടപ്പെടാം, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. മുഖാസ്ഥികളിലെ പൊട്ടലുകൾ മുഖത്തിൻ്റെ ഷേപ്പിനെ ബാധിക്കാം. അതുപോലെ കണ്ണുകളുടെ കാഴ്ച, വായ തുറക്കാൻ പറ്റാതെ വരികയോ അടയ്ക്കാൻ പറ്റാതെ വരികയോ സംഭവിക്കാം. നമുക്ക് ചവയ്ക്കാൻ പറ്റാതെ വരാം. ചില വലിയ അപകടങ്ങളിൽ മുഖാസ്ഥികൾ മാത്രമല്ല, തലയോട്ടിയിലും പൊട്ടലുണ്ടായി തലച്ചോറിനകത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടായി മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. സാധാരണ ആക്സിഡൻസുകൾ സംഭവിക്കുമ്പോൾ മുഖത്ത് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് നമ്മുടെ മൂക്കിൻ്റെ എല്ലുകൾക്കാണ്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് മുഖത്ത് ഏറ്റവും മുന്നേക്ക് തള്ളിയിരിക്കുന്ന എല്ല് മൂക്കിൻ്റെ ആയതുകൊണ്ടാണ് മൂക്കിൻ്റെ എല്ലിലാണ് ഏറ്റവും കൂടുതൽ. പിന്നീട് രണ്ട് സൈഡിലുമുള്ള നമ്മുടെ കവിളെല്ലുകൾക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ താടിയെല്ല്, മേലെ താടിയെല്ല്, കീഴേ താടിയെല്ല്, അതുപോലെ നെറ്റിയിലെ എല്ല്, കണ്ണിന് ചുറ്റുമുള്ള ഓർബൈറ്റൽ ബോൺസ്, ഇതിവിടെയെല്ലാം ഫ്രാക്ചറുകൾ സംഭവിക്കാറുണ്ട്. ഓരോ ഫ്രാക്ചറിനും അതിൻ്റേതായ രീതിയിലാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ചികിത്സ വ്യത്യസ്തമാണ്. മുഖാസ്ഥികളിലെ പൊട്ടലുകൾ അകന്നു മാറാത്ത പൊട്ടലുകളാണെങ്കിൽ അതിന് വലിയ ചികിത്സ ആവശ്യമില്ല. പൊട്ടിയ എല്ലുകൾ വീണ്ടും അകലാതെ, അനക്കാതെ വെച്ചാൽ മതി. അതിന് നമുക്ക് ഇൻ്റർമാക്സിലറി ഫിക്സേഷൻ പോലുള്ള ചികിത്സാ മെത്തേഡുകൾ സ്വീകരിക്കാവുന്നതാണ്. അകന്നു മാറിയ പൊട്ടലുകൾ നമുക്ക് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. അകന്നു മാറിയ പൊട്ടലുകൾ ചേർത്ത് വെച്ച് പ്ലേറ്റും സ്ക്രൂവും ഇട്ട് ഫിക്സ് ചെയ്യേണ്ടി വരാം. അത് ജനറൽ അനസ്തീഷ്യയിൽ ബോധം കെടുത്തിയിട്ടാണ് ചെയ്യേണ്ടത്. മുഖത്തെ പരിക്കുകൾ ഇനി ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. പ്രധാനമായും റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ നിന്നാണ് പ്രധാനമായും ഈ പരിക്കുകൾ സംഭവിക്കുന്നത്. അതിന് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് 2 വീലേഴ്സിനാണ് ആക്സിഡൻസുകളിൽ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹെൽമെറ്റിൻ്റെ ഉപയോഗം. ഹെൽമെറ്റ് മുന്നിലിരിക്കുന്ന ആളും പുറയിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കണം. ഹെൽമെറ്റ് കൊണ്ട് മുഖം മുഴുവനായും കവർ ചെയ്യുന്ന ഹെൽമെറ്റ് അത് കൃത്യമായ രീതിയിൽ സ്ട്രാപ്പ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉദ്ദേശിക്കുന്ന പൂർണ്ണമായ ഫലം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. കാർ യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കണം. പിന്നെ എയർ ബാഗ്, ABS അതുപോലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള കാറുകൾ അപകടങ്ങൾ വീണ്ടും കുറയ്ക്കും. സ്പോർട്സ് ഇഞ്ചുറികൾ ഒഴിവാക്കാൻ ഓരോ സ്പോർട്സിനും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് കൃത്യമായി ഉപയോഗിക്കണം. കൃത്യമായ ഹെൽമെറ്റ് ഉപയോഗം, അതുപോലെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുള്ള വാഹന ഡ്രൈവിംഗ്, ഇത് അപകടങ്ങളിൽ നമ്മളെ രക്ഷിക്കും. എപ്പോഴും അത് സൂക്ഷിക്കുക. മുഖാസ്ഥികളിലെ പൊട്ടലുകൾ ചികിത്സിക്കാൻ ആളുകൾ ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ പോകാറുണ്ട്. പക്ഷേ അത് സാധാരണ ചെയ്യുന്നത് മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗമാണ്. ഇതിന് കൂടുതൽ പല്ലിൻ്റെ കടിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ പല്ലിൻ്റെ കടിയെ ബേസ് ചെയ്താണ് ഈ എല്ലുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മാക്സിലോഫേഷ്യൽ സർജൻ്റെ സേവനം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ, മുഖത്ത് പരിക്ക് പറ്റിയാൽ നിങ്ങൾ തേടേണ്ടതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റലിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. താങ്ക് യു.